കൊടുങ്ങല്ലൂരിൽ VR സുനിൽകുമാറിന് എത്ര മാർക്ക്? VR സുനിൽകുമാറിന്റെ മാർക്ക് 89ാമത്തെ റാങ്ക്. താരതമ്യേന മികച്ച പ്രകടനം എന്ന് വിലയിരുത്താം. വളരെ മികച്ചെന്ന് പറയാനില്ല, മികച്ച പ്രകടനം എന്ന്. കൊടുങ്ങല്ലൂരിൽ ഈ മാർക്ക് കുറഞ്ഞാലും പുതിയ കൊടുങ്ങല്ലൂരിൽ ഈ മാർക്ക് പോരാ. പുതിയ കൊടുങ്ങല്ലൂരിൽ സാമ്പിളുകൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. LDF അനുകൂലമായ പിന്തുണ മറ്റു പലതിനും വളരെ മികച്ചതെന്നും വലിയ റേറ്റിംഗ് കൊടുക്കുമ്പം MLA യുടെ പെർഫോമൻസ് ഒരു 5-6 എന്ന രീതിയിലാണ്. വലിയ രീതിയിൽ ആളുകൾ LDF ക്യാമ്പിൽ പോലും ഒരുപക്ഷെ എനിക്കൊന്നൊരു ഘട്ടത്തിൽ ഇദ്ദേഹത്തെ മാറ്റാനൊക്കെ പുതിയ ആളുകൾ 2 ടേം കഴിഞ്ഞു. ഇത് 3ാമത്തെ ടേമിലേക്കാണ് മത്സരിക്കുന്നത്. ഇത് ഒരു എക്സെപ്ഷൻ കേസ് ആണ്. പക്ഷേ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു MLA ആണ്. വലിയ ഗംഭീര പെർഫോമൻസ് അല്ലെങ്കിൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു MLA ആണ്. അത് ആർക്ക് വലിയ വിരോധമോ ഇഷ്ടക്കേടൊന്നുമില്ല. അതെ, VK രാജന്റെ മകനാണ്. നമുക്ക് ഇനിയിപ്പോ കൊടുങ്ങല്ലൂരിന്റെ രാഷ്ട്രീയ ചിത്രം കൂടി ഒന്ന് പരിശോധിക്കാം. ഇത്തവണ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് UDF വേണ്ടി മത്സരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസി കൂടിയാണ്. അട്ടിമറി സംഭവിക്കുമോ? കൊടുങ്ങല്ലൂരിൽ അട്ടിമറി ഉണ്ടോ? വരട്ടെ, സ്ക്രീനിൽ വരട്ടെ. LDF തന്നെ 46.12, UDF 37.23, NDAക്ക് 16.65 ഉണ്ട്. അവിടെ പ്രത്യേകിച്ച് നഗരസഭാ മേഖലയിൽ, കൊടുങ്ങല്ലൂർ നഗരസഭാ മേഖലയിൽ BJPക്ക് നല്ല മേൽക്കൈയുണ്ട്. 8.89ന്റെ ലീഡാണ്. എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ ആയി തന്നെ ഇത്തവണ LDF മണ്ഡലം നിലനിർത്തും. BDJS മത്സരിക്കുന്ന മണ്ഡലമാണെന്ന് തോന്നുന്നു. നേരത്തെ BDJS മത്സരിച്ചു. അതെ, എനിക്ക് തോന്നുന്നു ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ആളെന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ നിലവിൽ ഇപ്പൊ കൊടുങ്ങല്ലൂരിൽ ഭയക്കാനുള്ള സാഹചര്യം ഇല്ല. ഈ മൂഡില് LDF ഇല്ല. പിന്നെ ഏകദേശം മത്സര ചിത്രം തെളിഞ്ഞതാണ്. VR സുനിൽകുമാർ മത്സരിക്കുന്നു, OJ ജനീഷാണ് എതിർ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ. ഇത് പഴയ മാളയാണ്, K കരുണാകരന്റെ മാള മണ്ഡലമാണ്. UDF വലിയ, എനിക്ക് തോന്നുന്നു ഈ പുതിയ മണ്ഡലത്തിൽ ഒരു തവണ TN പ്രധാൻ ജയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. പഴയ കൊടുങ്ങല്ലൂരിൽ അതെ, പഴയ കൊടുങ്ങല്ലൂരിൽ. അപ്പം ഈ മൂഡില്, അതായത് നമ്മുടെ ഫെബ്രുവരി 16 മുതൽ 26 വരെ എടുത്ത സമയത്തിൽ കൊടുങ്ങല്ലൂർ മണ്ഡലം LDF നിലനിർത്താൻ പറ്റുന്നുള്ള, കൊടുങ്ങല്ലൂർ LDF നിലനിർത്താൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. ഫെബ്രുവരി 26 വരെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ. തുടർന്നുള്ള 2 മാസവും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം രാഷ്ട്രീയം കറങ്ങിത്തിരിഞ്ഞ് എങ്ങനെ വേണമെങ്കിലും വരാമെന്ന സാഹചര്യമുണ്ട്. നമുക്ക് ഇതുവരെ ഉള്ള ടാലി കൂടി ഒന്ന് പരിശോധിക്കാം. ആരാണ് ഇപ്പോ നമ്മുടെ ട്രെൻഡ് ഇപ്പോ എങ്ങനെ നിൽക്കുന്നു എന്ന് നോക്കുമ്പോൾ 62 LDF, കേവല ഭൂരിപക്ഷത്തോട് അടുക്കാണല്ലോ. 57 UDF പിന്നിലുണ്ട്. NDAക്ക് നിലവിൽ സീറ്റുകൾ ഒന്നും മുന്നിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന 11 മണ്ഡലങ്ങളുണ്ട്. 62-57 കേവല ഭൂരിപക്ഷത്തിന് ഇനി 9 സീറ്റ് മാത്രം മതി LDF. UDF അരൂർ സീറ്റ് പിടിച്ചെടുത്തു. UDF അരൂർ സീറ്റ് പിടിച്ചെടുത്തു. 62-57 എന്ന നിലയിൽ നേരിയ മുൻതൂക്കം LDF. ഇത് തുടരുമോ അതോ UDF മുമ്പിൽ കയറുമോ?